കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 25, 31 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ഫ്യൂണറൽ സർവീസ്, വീട്ടിലെ കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടായൊരു സീൻ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേര് വാവിട്ട് കരയുന്നത് ഞാൻ കണ്ടു. ഇത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവരെയെല്ലാം ആ മരിച്ച അമ്മ പ്രസവിച്ചൊന്നുമില്ല. ആ അമ്മ പ്രസവിച്ച ആൾക്കാരല്ല അവിടെ കിടന്ന് വാവിട്ട് കരഞ്ഞത്. ആ ദേശത്താരെങ്കിലും വിശക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ഈ അമ്മ അവിടെ ഭക്ഷണം എത്തിച്ചിരിക്കും. അതല്ലെങ്കിൽ വിശക്കുന്ന ആരെങ്കിലും ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഭക്ഷണം കിട്ടിയിരിക്കും. അങ്ങനെ ഒരുപാട് ഈ സ്ത്രീയിൽ നിന്നും പരിചരണം കിട്ടിയ വ്യക്തികളെ അവരാണ് അവിടെ കിടന്ന് വാവിട്ട് കരഞ്ഞത്. ശരിക്കും നമ്മൾ മരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു നഷ്ടബോധം തോന്നണം. ഇവിടെ കുടുംബാംഗങ്ങൾക്ക് ഒരു നഷ്ടബോധം തോന്നണം. അതിന് പകരം മരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒരാശ്വാസമല്ല ഉണ്ടാകേണ്ടത്. അത് ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല. നമ്മൾ മരിക്കുമ്പോൾ ഒരു നഷ്ടബോധം മറ്റുള്ളവർക്കുണ്ടാകണം. ഇനി അതിന് നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, സ്വാർത്ഥപരമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഒരു നഷ്ടബോധം അവർക്ക് തോന്നിയെന്ന് വരില്ല, ആശ്വാസമായിരിക്കും. അതല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷഭാഗത്ത് നമ്മൾ കേട്ടൊരു കാര്യം നമുക്കറിയാം. ഇന്ന് ആരെങ്കിലും യേശുവിൻ്റെ അതേ വേഷവിധാനത്തിൽ വന്ന് ഒരു സഹായം ചോദിച്ചാൽ കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തെന്ന് വരും. കാരണം യേശു അല്ലേ വന്നത്,
പക്ഷെ നമ്മൾ കേട്ടൊരു കാര്യം, ഈ എളിയവരിൽ ഒരാൾക്ക് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ എളിയവരിൽ ഒരാൾക്ക് നീ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്യാതിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു വചനഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നന്മകൾ ചെയ്ത് നമ്മൾ മരിക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി പേര് വേദനിക്കുന്ന, അവർക്ക് നഷ്ടബോധമുണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുമോ? മാത്രമല്ല, വിധി ദിവസം വിധിയിൽ നമ്മളൊക്കെ വിധിക്കപ്പെടുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിൻ്റെ വെളിച്ചത്തിൽ. ഒരു കാര്യം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണം. നിൻ്റെ മരണം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ 2ാം വായനയിൽ കേട്ടതാണ്. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ച് എന്തിനു വേണ്ടിയാണ്? പാപത്തിന് മരിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കുന്നവർ അവനോടൊപ്പം വാഴും എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 2-ാം അധ്യായം 11-12 വചനങ്ങളുടെ കാതലായ സന്ദേശം അതാണ്. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ദൃഢനിശ്ചയമുള്ളവർ പീഡിപ്പിക്കപ്പെടും. പക്ഷെ അവർ പീഡനം കണ്ടൊന്നും ഓടത്തില്ല. നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 20-22 മുതൽ വായിക്കുമ്പോൾ പൗലോസിനൊരു ദർശനമുണ്ടായി, സന്ദേശം കിട്ടി, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാരാഗ്രഹവും പീഡനവും മരണവും. എന്നിട്ടും പൗലോസ് പറയുക, അതൊന്നും കണ്ട് ഞാൻ പുറകോട്ടോടത്തൊന്നുമില്ല, ഞാൻ മുമ്പോട്ട് തന്നെ പോകും. അങ്ങനെ പോയി അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചവൻ. ഈ മനോഭാവമുണ്ടെങ്കിൽ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ആ സഹനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുമോ? ഉറപ്പായിട്ടും അത് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകും. സ്വന്തം ആത്മാവിൻ്റെ രക്ഷയും മറ്റാത്മാക്കളുടെ രക്ഷയും കൊതിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് സേവിയർ. അദ്ദേഹം ഇങ്ങനെ ഈ സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, മതി കർത്താവേ മതി. പക്ഷേ ക്ലേശങ്ങളും ദുരിതങ്ങളും സഹനങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഇനിയും പോരട്ടെ, ഇനിയും പോരട്ടെ, സഹനമെടുക്കാൻ ഞാൻ റെഡിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഒരാത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ കുത്തിയിരുന്ന് കല്ലും മണ്ണും ഞാൻ തിന്നണോ? ഞാൻ റെഡിയാണ്. ഇതുപോലെയൊക്കെ ആത്മരക്ഷയ്ക്കായിട്ട് ഒരു കൊതി വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ കാഴ്ചവെക്കാതിരിക്കുമോ? അതേ നമ്മളൊരു കുടുക്കയ്ക്കകത്ത് ഇടുന്നത് 5ഉം 10ഉം ഒക്കെ ആണെങ്കിലും അത് ഇട്ട് നിറഞ്ഞു കഴിയുമ്പോൾ അത് പൊട്ടിച്ച് നോക്കിയാൽ ഒരു നല്ല തുകയുണ്ട്, നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ കാല് കല്ലെ തട്ടി വേദനിച്ചായിരിക്കാം, ഒരു പരി വന്ന് ബുദ്ധിമുട്ടുണ്ടായതായിരിക്കാം, ആരെങ്കിലും നമുക്കെതിരെ സംസാരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് കുറ്റപ്പെടുത്തിയതായിരിക്കാം. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് സമാഹരിച്ചെങ്കിൽ ഇപ്പം എന്തോരം ഉണ്ടായേനെ, എത്ര ആത്മാക്കളെ നമുക്ക് അതിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റിയേനെ. പക്ഷെ അതെല്ലാം നമ്മൾ പരാതി പരിഭവം പറഞ്ഞ് അതെല്ലാം നഷ്ടമാക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കളുടെ രക്ഷ കൊതിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ആത്മനാശം വരുത്തുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകത്തില്ല. മറ്റാത്മാക്കളെ നേടിയെടുക്കാനുള്ള ആ വഴികൾ അത് മനസ്സിലാക്കി ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ പരേതാത്മാക്കളെ ഓർക്കുമ്പോൾ ഒരു വചനം നമ്മുടെ ചങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 116-15 വചനം. സങ്കീർത്തനം 116-15 അവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ വിശുദ്ധരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്. ഈ വിശുദ്ധരെന്ന് പറഞ്ഞാൽ ഡിക്ലെയർഡ് സെയിൻ്റ് അല്ല, പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ച അവർ മാത്രമല്ല. നമുക്കറിയാമല്ലോ, കൊറിന്തോസിലെ വിശുദ്ധർക്ക് എഴുതുന്ന ലേഖനം എന്ന് പറഞ്ഞാണ് പൗലോസ്ലീഹ ലേഖനം തുടങ്ങിയത്. എഫേസസിലെ വിശുദ്ധരെന്ന് പറഞ്ഞാൽ വിശ്വാസികളെല്ലാവരും വിശുദ്ധരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ വിളിക്കനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്. 2 ഗണം ആൾക്കാരെ കാണാൻ പറ്റും. മരണഭയമുള്ള വ്യക്തികൾ. എനിക്കറിയാം, ഏതാണ്ട് 85-86 വയസ്സായപ്പം ഒരു സർജറിക്ക് ഒരു അപ്പച്ചനെ കൊണ്ടുവേണ്ടി വന്ന് അപ്പച്ചനെ അതിന് മുമ്പ് ഒരു രോഗീലേപനത്തിന് കൊണ്ടുവന്ന, എൻ്റെ ദൈവമേ, അപ്പച്ചനെ കാണുമ്പോഴേ അറിയാം
അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മരണഭയം. 86-ാമത്തെ വയസ്സായി. എന്നിട്ടും മരിക്കണമെന്നോ ഈ ഭൂമി വിട്ട് പോകണമെന്നോ ഇല്ല. മരണം അരോചകമായിട്ട് കാണുന്നവർ. ശരിക്കും ആരാണ് മരണം അരോചകമായിട്ട് കാണുക? പ്രഭാഷകൻ 41 വായിച്ചാൽ അതിൻ്റെ തലക്കെട്ട് തന്നെ മരണം എന്നാണ്. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മരണം അരോചകമായിട്ട് തോന്നുന്നത് ഈ ഭൂമിയിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളാൽ ചുറ്റപ്പെട്ടവർക്ക് അവർക്ക് മരിക്കണമെന്നില്ല. ഈ സുഖം മതി. യഥാർത്ഥത്തിൽ മരണാനന്തരം നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. എന്നാലും അതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ ഈ സുഖജീവിതം ഇതെനിക്ക് തുടരണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന കാണാൻ പറ്റും. ചില കാര്യങ്ങൾ അനിഷേധ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതിലൊന്നാണ് മരണം. പ്രഭാഷകൻ 41 അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തീർപ്പാണ് മരണം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ഒരു നാൾ മരിക്കണം. അത് മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തീർപ്പാണ്. രണ്ടാമതൊന്നുണ്ട്, അന്ത്യവിധി ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുമായ സകല പ്രവൃത്തികളും നീതിപീഠത്തിൽ വന്നിരിക്കും. സഭാപ്രസംഗൻ 12-ാം അധ്യായം 14-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്. നീതിപീഠത്തിൽ നമ്മൾ ചെയ്ത സകല പോക്കൃത്തരങ്ങളും നല്ല കാര്യങ്ങളും സൽപ്രവർത്തികളും എല്ലാം അവിടെ വന്നിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു അന്ത്യവിധി നമുക്കുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി 25-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് സുവിശേഷമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ കാതലായ സന്ദേശം ഇത് തന്നെയാണ്. ഇതുപോലെ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അനിഷേധ്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, അതാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. അപ്പസ്തോല പ്രവർത്തനം 1:11 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ തന്നെ അവൻ വീണ്ടും വരും. കർത്താവിൻ്റെ രണ്ടാം വരവ് ഇതൊക്കെ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു ജീവിതമല്ലേ നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരു സന്ദേശം. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണത്തെ വെൽക്കം ചെയ്ത ആൾക്കാരെ കാണാൻ പറ്റും. 2 കൊറിന്തോസ് 5-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ പൗലോസ് ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. കർത്താവേ, ഒരു നാഴിക മുമ്പ് മരിച്ചാൽ അത്രയും സന്തോഷം. മരണഭയമുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു നാഴിക മുമ്പ് മരിച്ചാൽ അത്രയും സന്തോഷം. ഞാൻ എൻ്റെ സ്വർഗീയ ഭവനത്തിലെത്താൻ വെമ്പൽ കൊള്ളുന്നു. അതാ പൗലോസ്ലീഹ പറഞ്ഞേ, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? മരിക്കണം. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഏതാണ്ട് ഒരു തരം അടിമത്തമുണ്ട്. ആ അടിമത്തം മാറുന്നത് ഞാൻ മരിക്കുമ്പോഴാണ്. ആ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന്. ഇന്ന് വേണേ വലിയ കടബാധ്യതയോ മാരകമായ രോഗങ്ങളോ സഹിക്കാൻ വയ്യാത്ത വേദനയൊക്കെ വരുമ്പോൾ ചിലർ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നേ എന്ന് പറഞ്ഞേക്കാം. ഇതങ്ങനെയല്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു നാഴിക മുമ്പ് മരിച്ചാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ മരണത്തെ പേടിക്കേണ്ടതില്ല. വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ ചില ബോധ്യങ്ങൾ കർത്താവ് തരുന്നുണ്ട്. മരണാനന്തര ജീവിതം ഈ ലോക ജീവിതത്തേക്കാൾ സുന്ദരമാണ്. മരണാനന്തര ജീവിതം പ്രഭാഷകൻ 18-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം കടൽ തീരത്തെ ഒരു തരി മണൽ, കടലിൽ കിടക്കുന്ന വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഈ മരണാനന്തര ജീവിതം നമ്മൾ നഷ്ടമാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശാലികളെ, ആത്മീയതയുള്ളവർക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുമോ? പാപം നമുക്ക് തരുന്നത് താൽക്കാലിക സുഖം, സഹനം നമുക്ക് തരുന്നത് താൽക്കാലികമായിട്ടുള്ള ക്ലേശം. സഹനങ്ങൾ വിശ്വാസത്തെ പ്രതി, യേശുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വചന സന്ദേശമുണ്ട്. 2 കൊറിന്തോസ് 4:17. നിങ്ങളുടെ ക്ലേശങ്ങൾ താൽക്കാലികം, പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മഹത്വം അനുപമമായ മഹത്വം. റോമ 8:18 നമുക്ക് പരിചയമുള്ളതല്ലേ. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് ജീവിച്ചവരല്ലേ നമ്മുടെ കുടുംബാംഗങ്ങൾ, മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾ. അവരെല്ലാവരെയും ഓർത്ത് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ ആ വിശ്വാസം അത് തുടരുവാൻ വേണ്ട ആ ഒരു കൃപയും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തുകയും ചെയ്യാം.